UK വിസയുടെ കാര്യത്തിൽ വലിയൊരു വിഭാഗത്തിന് ആശങ്കയുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ സ്കിൽ വർക്കർ വിസയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന സ്ഥിതിക്ക് ESW കാലാവധിയിലേക്കുള്ള വിദ്യാർത്ഥികൾ ആശങ്കയിൽ തന്നെയാണ്. കാരണം അവർക്കിനി വിസ ലഭിക്കുമോ, സ്പോൺസർഷിപ്പ് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ. ഇതിപ്പോൾ PSW പീരീഡാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 2 വർഷത്തോളം നിങ്ങൾക്ക് UK തുടരാനുള്ള അനുവാദം ഉണ്ടല്ലേ. അത് 1.5 വർഷമായി കുറയ്ക്കും എന്ന് പ്രപ്പോസൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുവരേക്ക് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ 2 വർഷം നിങ്ങൾക്ക് UK സമയത്തൊക്കെ ജോബ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പലരും ഈ 2 വർഷ കാലാവധിയിൽ ചെറിയ ജോലികൾ ചെയ്തിട്ട് അവസാന നിമിഷമാണ് വിസ ജോബിലോട്ട് നോക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറുന്നത്. കാരണം UK നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള നിയമങ്ങളായിരിക്കില്ല നാളെ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് നിലവിൽ എന്താണോ മാക്സിമം നിങ്ങൾ നിലവിൽ തന്നെ കിട്ടാവുന്ന ജോലിയിലോട്ട് നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പിലോട്ട് മാറുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയാവുന്ന ഒരുപാട് പേര് തങ്ങളുടെ ഫീൽഡ് ഇതാണ്, ഈ ഫീൽഡിൽ തന്നെ വിസ ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കാണും. ഓക്കെ, ദാറ്റ്സ് ഗുഡ്, നല്ലതാണ്. പക്ഷേ നമുക്ക് കിട്ടാവുന്നത് ഇപ്പോൾ കെയർ വിസയാണ് ഇപ്പോൾ ലഭിക്കുക എന്ന് വിചാരിക്കുക. മാക്സിമം അതിലോട്ട് മാറിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം.